അങ്ങനെ പ്രവാസികളുടെ ഏറെ ഇഷ്ടദിനമായ ഡിസംബർ 2 എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. UAE ജീവിക്കുന്നവർക്കെല്ലാം ആഘോഷത്തിന്റെ ദിവസമാണ് ഇന്ന്. രാജ്യം 48ാമത് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ സ്വദേശികളും പ്രവാസികളുമെല്ലാം അതിൽ ഒരേ മനസ്സോടെ അണിനിരക്കുന്ന കാഴ്ചകളാണെന്ന് കാണാൻ പോകുന്നത്. രാഷ്ട്ര രൂപവത്കരണത്തിന്റെ 48 ആണ്ടുകൾ പിന്നിടുമ്പോൾ ലോകത്തിനു മുന്നിൽ വലിയ നേട്ടങ്ങളോടെയാണ് UAE നിലകൊള്ളുന്നതെന്നത് സാരമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയിലെല്ലാം ലോകത്തിലെ മറ്റേത് മുൻനിര രാഷ്ട്രത്തോടും ചേർന്ന് നിൽക്കുന്ന വികസനമാണ് UAE നടന്നു വരുന്നത് തന്നെ. അങ്ങനെ 1971 ഡിസംബർ 2 അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഫുജൈറ, അൽ ഖുവൈൻ എന്നീ എമിറേറ്റുകളെ യുണൈറ്റഡ് അറബ് എമിറേറ്റ് എന്ന ഒരു പേരിൽ ചേർത്ത് നിർത്തുമ്പോൾ മണൽക്കൂരകളും കടൽ തീരങ്ങളും മാത്രമുള്ള ഒരു മേഖലയായിരുന്നു ഇതെന്ന് ഓർക്കുക തന്നെ ചെയ്യണം. അടുത്ത വർഷം ഫെബ്രുവരി 10 റാസൽ കൈമ കൂടി UAEക്ക് കീഴിൽ വരികയും 7 എമിറേറ്റുകൾ ഒരു പതാകയ്ക്ക് കീഴിലാവുകയും ചെയ്യുകയുണ്ടായി. ഇത് പ്രവാസികളുടെ നേട്ടമായി തന്നെ കണക്കിലാക്കുന്നു. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ എന്ന ദീർഘദർശിയായ നേതാവിന്റെ നേതൃത്വത്തിൽ UAE പിന്നീട് സാധ്യതകൾ തേടിയുള്ള പ്രയാണത്തിൽ കുതിച്ചുയർന്നു. മധ്യപൗരസ്ത്യ ദേശത്തെ മരുഭൂമിയിൽ തന്റെ സ്വപ്നങ്ങൾ നിറം പകർന്ന് ഷെയ്ഖ് സായിദ് നടത്തിയ തേരോട്ടം അങ്ങനെ ഇതിഹാസങ്ങളിൽ പിറന്നു വീണു. മറ്റു രാജ്യക്കാരും സഞ്ചാരികളും തിരിഞ്ഞു നോക്കാതിരുന്ന ഭൂപ്രദേശത്തെ ഒരു മാന്ത്രികന്റെ മെയ്വഴക്കത്തോടെ ഷെയ്ഖ് സായിദ് ഉഴുതുമറിച്ച് അവിടെ 100% വിളനിലമാക്കി മാറ്റിയെന്നത് വ്യക്തമാണ്. 5 ശതാബ്ദം കൊണ്ട് UAE ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രമാക്കി വളർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് വേണം കരുതണം. 5 വൻകരയിലെയും ജനങ്ങൾ ഈ ഉഷ്ണഭൂമിയിലെ ഏത് കാലാവസ്ഥയിലും പറന്നിറങ്ങാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ പ്രവാസികളും കുതിച്ചുയർന്നു. സ്വപ്നത്തിന്റെ പടവുകൾ തേടിയുള്ള യാത്രയായിരുന്നു ദുബായിലേക്ക് കേരള കരയെ എത്തിച്ചത്. ഭാഷയും വേഷവും രൂപവും ഭാവവും മതവും ജാതിയും നോക്കാതെ എല്ലാവരെയും അദ്ദേഹം ഇരു കൈയും നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്തു. കൃത്യമായ ജോലി, കൃത്യമായ ശമ്പളം, അതാണ് ദുബായിയുടെ രീതി. കടലിലൂടെ ചരക്കുകളും ആകാശം വഴി ജനങ്ങളും UAEയിലേക്ക് പ്രവഹിച്ചു തുടങ്ങി. വിദ്യാഭ്യാസം, തൊഴിൽ, വാണിജ്യം, വ്യാപാരം, വ്യവസായം തുടങ്ങി എല്ലാ മേഖലകളിലും വിസ്മയകരമായ പുരോഗതി അങ്ങനെ ദുബായ് കൈവരിച്ചു. UAEയിലെത്തുന്ന ഓരോ വ്യക്തിക്കും ഇത് സുരക്ഷിതത്തിന്റെ രാജ്യം തന്നെയാണ്. അതിനാൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള രാജ്യങ്ങളിൽ ഒന്നാമതായി UAE നിൽക്കുന്നതും. ലോകരാജ്യങ്ങളുമായി ഊഷ്മള ബന്ധം പുലർത്തുന്ന UAEയിൽ ഇന്ന് 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവർ അധിവസിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തം ദേശം പോലെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും UAE ലഭ്യമാക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയും ചൈനയും ഫിലിപ്പീൻസിന്റെയും ദേശീയ ദിനങ്ങൾ പോലും UAE ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു എന്നത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. അത് ഈ രാജ്യങ്ങളോട് UAE കാട്ടുന്ന സ്നേഹവും കടപ്പാടുമാണ്. ഇത്തരത്തിൽ ലോകത്തിന് മുന്നിൽ ഒരു മാതൃകാ രാഷ്ട്രമായുള്ള വളർച്ചയ്ക്ക് പിറകിൽ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുടെ ശക്തമായ നേതൃത്വമാണ് ഇന്ന് UAEയെ ഏറ്റവും മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. UAEയോടുള്ള ദൃഢവിശ്വാസം വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് ദേശീയ ദിനത്തിൽ എന്ന് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ പറയുകയുണ്ടായി. സമഗ്ര വികസനത്തിലൂടെ ലോകത്തെ അതിശയിപ്പിക്കാൻ രാഷ്ട്രത്തെ സജ്ജമാക്കിയ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനെ സ്മരിക്കുന്നതായും അദ്ദേഹം പറയുകയുണ്ടായി. UAE ഏകീകരണത്തിന്റെ അടയാളമായ ഷെയ്ഖ് സായിദിന്റെയും അദ്ദേഹത്തിന്റെ ആത്മമിത്രവും UAE സ്ഥാപകനുമായ ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂമിന്റെയും സ്മരണയിലാണ് 48ാം ദേശീയ ദിനത്തിൽ രാഷ്ട്രമെന്ന് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറയുകയുണ്ടായി. ശുഭാപ്തി വിശ്വാസത്തോടെ മനോഹരമായ ഭാവിയിലേക്കുള്ള യാത്രയിലാണ് രാഷ്ട്രമെന്ന് അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറയുകയുണ്ടായി. അങ്ങനെ പ്രവാസികൾക്ക് വമ്പൻ ഓഫറുകളും ഒരുക്കി ഇന്നത്തെ ദിനം ആഘോഷപൂർണ്ണമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് UAE. അങ്ങനെ പ്രവാസി മലയാളികൾക്ക് ഓരോരുത്തർക്കും അതുപോലെ തന്നെ UAE പൗരന്മാർക്കും പ്രവാസി മലയാളി വാർത്താ ചാനലിന്റെ എല്ലാ ദേശീയ ദിന ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.